മാങ്ങാക്കറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയത്. അതിന് ആദ്യം തന്നെ വേണ്ടത് നല്ല പച്ച മാങ്ങയാണ്. അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം, സുർക്ക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ, ചെറിയ അളവിൽ. എന്നിട്ട് നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് സവാള ചെറിയ രീതിയിൽ അരിഞ്ഞിടുക. ഒരു സവാളയാണ്, ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് കാന്താരിയാണ്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇടുക. പിന്നെ ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നത് കറിവേപ്പിലയാണ്. ശേഷം അതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് നല്ല നെയ്യുള്ളതുകൊണ്ട് ഞാൻ ഈ നെയ്യും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂണ്. കാരണം അതാണ് ഇത്രയും ടേസ്റ്റ് കൂടിയെന്ന് തോന്നും. നല്ല നെയ്യാണെന്ന് പറയാൻ കാരണം പരിചയമുള്ള ആൾ സത്യസന്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നെയ്യാണിത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വേണ്ടത് നമുക്ക് ഒരു തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുക്കുക എന്നുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറിയും കുറച്ച് തേങ്ങയാണ്. എന്നിട്ട് അതിൻ്റെ 1-ാം പാലെടുത്ത് ശേഷം 2-ാം പാൽ മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്തത് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് ഉള്ളത്. ഞാൻ അതൊന്ന് ഇളക്കിക്കൊണ്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ മാത്രമേ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ച മാങ്ങാ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂ. ഞാനത് നന്നായിട്ട് വേവണം. അതിന് വേണ്ടി ഉപ്പ് പാകമാണോന്ന് നോക്കിയിട്ട് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. മാങ്ങൻ്റെ ഇതനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവ്. ചില മാങ്ങകൾ പെട്ടെന്ന് വേവും, ചില മാങ്ങകൾ കുറച്ചുകൂടെ ടൈം പിടിക്കും. എൻ്റെ ഇത്തിരി വേവുള്ള മാങ്ങയാണ് കേട്ടോ. ഞാനങ്ങനെ അടച്ച് വേവിച്ചിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ മാങ്ങ ഏകദേശം വെന്തിരിക്കുകയാണ്. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ മാങ്ങ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് വെന്തൊടിയുന്ന രീതിയിൽ. ഞാൻ അത്യാവശ്യം വേവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ശേഷം അതിലോട്ട് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച ശേഷം കൂടുതൽ തിളപ്പിക്കാനോ ഇനി കൂടുതൽ അത് വേവിക്കാനോ നിൽക്കരുത്. അതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം നമുക്കൊരു പാത്രം വെച്ച് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ച ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ല നെയ്യും കൂടി ഇത്തിരി ചേർക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.